മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. മാർക്കറ്റ് പ്രത്യേകിച്ചും സെൻസെക്സ് 20,000 കടന്ന് ക്ലോസ് ചെയ്യുന്ന ഒരു ആഴ്ചയാണ് കടന്നുപോയത്. നിഫ്റ്റി 6,000 മുകളിലും നിലനിൽക്കുന്നു. അപ്പോൾ പ്രധാനമായും ഉയരുന്ന ചോദ്യം ഒരുപക്ഷെ ജനുവരി 29 ചേരുന്ന റിസർവ് ബാങ്കിന്റെ വായ്പ നയത്തിൽ റീപ്പോ നിരക്കുകൾ കുറച്ചേക്കും. ഒപ്പം തന്നെ ബജറ്റ് വരുന്നു, വലിയ രീതിയിലുള്ള പരിഷ്കാര പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്നു. ഇവയെല്ലാം ചേർന്ന് ഒരുപക്ഷെ മാർച്ചിന് മുൻപ് തന്നെ പുതിയ ഹൈറ്റ്സിലേക്ക് സെൻസെക്സും നിഫ്റ്റിയും നീങ്ങിയേക്കാം എന്ന തരത്തിൽ ഒരു വിഭാഗം അനലിസ്റ്റുകളെങ്കിലും ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തത വേണം. കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് സിഇഒ എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, തീർച്ചയായും ഇപ്പോഴത്തെ ഒരവസ്ഥ വളരെ വളരെ അനുകൂലമായ ഒരു അവസ്ഥ തന്നെയാണ്. വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്കും ഓരോ കറക്ഷൻ അവസരമാക്കാനും എല്ലാ അർത്ഥത്തിലും. ഒപ്പം തന്നെ വെള്ളിയാഴ്ച വന്ന പ്രവർത്തന ഫലം, അതിൽ ഏറെ നാളുകൾക്ക് ശേഷം റിലയൻസ് വളരെ മികച്ച പ്രവർത്തന ഫലം കൊണ്ടുവന്നു. റിസൾട്ടിനുപരിയായി അവരുടെ ഗ്രോസ് റിഫൈനിങ് മാർജിൻ അത് ഏതാണ്ട് $9 മുകളിലേക്ക് വന്നു. ഇവയെല്ലാം സൂചിപ്പിക്കുന്നത്, പിന്നെ മറ്റ് റിസൾട്ടുകൾ വന്നതും വിപ്രോയും തരക്കേടില്ലാത്ത റിസൾട്ടാണ്. HDFC ബാങ്കിന്റെ റിസൾട്ട് നല്ലതായിരുന്നു. പക്ഷേ വലിയ രീതിയിൽ പൊസിഷൻ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ഇടിവ് നമ്മൾ വെള്ളിയാഴ്ച കണ്ടുവെങ്കിലും വരും ദിവസങ്ങളിൽ ഈ ഓഹരികളും തിരിച്ച് മുന്നേറ്റത്തിന്റെ പാതയിലേക്ക് തിരിച്ചെത്തിയേക്കാം. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ ഈ പുതിയ ഹൈറ്റ്സിലേക്ക് ഈ സെൻസെക്സും നിഫ്റ്റിയും പോകാനുള്ള സാധ്യത തന്നെയല്ലേ കൂടുതൽ, അധികം താമസിയാതെ തന്നെ? ഇതിൽ ആദ്യമായിട്ട് FISന്റെ ഒരു FI ഡ്രിവൺ മാർക്കറ്റാണ്. FIS ലാസ്റ്റ് വീക്ക് ഈ FISന്റെ ഒരു ബൈങ്ങിന് വരാനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് തന്നെ റിഫോംസുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഡീസൽ ഡീറെഗുലേഷൻ വന്നതും വരാനിരിക്കുന്ന ബഡ്ജറ്റിൽ മാർക്കറ്റിൽ വളരെയധികം പ്രതീക്ഷകളുണ്ട്. FDI വന്നു റീറ്റെയിൽ, അങ്ങനെ ഒട്ടനവധി ന്യൂസുകൾ വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെയാണ് FIS ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ബൈങ് കാണുന്നത്. 4,400 crore നെറ്റ് FISന്റെ ക്യാഷ് മാർക്കറ്റിൽ FISന്റെ ബൈങ്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് യൂഷ്വൽ സെല്ലിംഗ് സൈഡിലാണ്. 4,152 crore ക്യാഷ് മാർക്കറ്റിൽ സെല്ലിങ്ങിലാണ്. ഇത് ഒരു പരിധിവരെ മാർക്കറ്റിന് നല്ലതാണ്. കാരണം പലപ്പോഴും FIS ഒരു ബാഡ് ന്യൂസ് വന്ന് FIS വലിയൊരു ആക്റ്റീവ് സെല്ലിംഗ് മോഡിലേക്ക് തിരിയുമ്പോൾ ഇന്ത്യൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാർക്കറ്റിന് വലിയൊരു ക്രാഷിൽ നിന്ന് പലപ്പോഴും രക്ഷിച്ചിരുന്നത്. കാരണം 4,800 ലെവലിലേക്കൊക്കെ നിഫ്റ്റി വന്ന സമയത്ത് വളരെ ആക്റ്റീവായിട്ടുള്ള ബൈങ് FIS ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായി. വലിയൊരു ക്രാഷിൽ നിന്ന് മാർക്കറ്റിനെ രക്ഷിച്ചതും ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോഫിറ്റിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നിഫ്റ്റി 6,000 മുകളിലേക്ക് വന്നപ്പോഴും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിൽ വരാൻ കാരണം FISന്റെ ഒരു ആക്റ്റീവ് ബൈങ് വരുമ്പോൾ മാർക്കറ്റിൽ ഒരു ഷാർപ്പ് ഇൻവെസ്റ്റേഴ്സിന് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ട്. ഓരോ ലെവലിലും മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് മൂവ് ചെയ്യുന്നതിന്റെ ഒരു പ്രധാന റീസൺ സപ്ലൈ വരുന്നുണ്ട്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സെല്ലിംഗ് വരുന്നു. ഇത് ഒരു പരിധിവരെ മാർക്കറ്റിന് തീർച്ചയായിട്ടും നല്ലതാണ്. ഇവിടെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനും മാർക്കറ്റ് ഒരു ബൈയിങ് സൈഡിലേക്ക് വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി തന്നെ, അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഒരു അപ് മൂവ് തന്നെ നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ഇപ്പം ഇവിടെ പല ന്യൂസുകളും ഫേവറബിളായി വരണം എന്നുള്ളതാണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് വന്ന റിസൾട്ടുകളെല്ലാം തന്നെ വളരെ നല്ലതാണ്. അതിൽ ആക്സിസ് ബാങ്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. യെസ് ബാങ്ക്, HDFC ബാങ്കിന്റെ റിസൾട്ട് ബെറ്റർ ആയിരുന്നു. അസറ്റ് ക്വാളിറ്റിയിൽ ഉണ്ടായിരുന്ന ഡിക്ലൈൻ ആണ് ആ സ്റ്റോക്കിൽ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായത്. അതുപോലെ വിപ്രോ റിസൾട്ട് ബെറ്റർ ആണ്, പക്ഷേ ഗൈഡൻസ് മോശമായി. ഹീറോ മോട്ടോഴ്സ് മാത്രമാണ് മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ അവരുടെ റിസൾട്ടിന് കഴിഞ്ഞില്ല. അതേസമയത്ത് ബജാജ് ഓട്ടോ ലാസ്റ്റ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ റിസൾട്ടാണ്, ഇൻലൈൻ വിത്ത് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ ആയിരുന്നു. അപ്പോൾ ഓവറോൾ റിസൾട്ടുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് റിസൾട്ട്. അതുപോലെ TCS വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്. ഒരു മേജർ IT കമ്പനികളെല്ലാം തന്നെ വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്തു. അതുപോലെ HCL Tech 10% അടുത്ത് ബെറ്റർ ആയിരുന്നു, റിസൾട്ടിന്റെ ഇമ്പാക്ട് ആയിരുന്നു. അതുപോലെ DLFൽ ഒരു അവരുടെ വിൻഡ് എനർജി ഫേം സെല് ചെയ്യാനുള്ള ഒരു ന്യൂസ്, അത് 10%, 11.5% അടുത്ത് ലാസ്റ്റ് വീക്ക് DLF ഒരു ബെറ്റർ സോണിലേക്ക് മൂവ് ചെയ്തു. അവരുടെ ഒരു ടോട്ടൽ ഡെപ്റ്റ് റീസ്ട്രക്ചറിങ് നടക്കുന്നു. അതുപോലെ ഈ ഒരു സെല്ലിംഗ് ഇതിനൊരു കുറച്ച് ഇവരുടെ ഡെറ്റ് കുറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു രീതിയിലുള്ള വിലയിരുത്തൽ ആ സ്റ്റോക്കിൽ ഒരു അപ് മൂവ് ഉണ്ടായി. ലാസ്റ്റ് വീക്ക് മഹീന്ദ്രയാണ് 8% കറക്റ്റ് ചെയ്ത്. അവർ യൂട്ടിലിറ്റി വെഹിക്കിൾ സെഗ്മെന്റിൽ ഇവരെ സെയിൽസ് കുറയുന്നു. അതുപോലെ തന്നെ എക്സൈസ് ഡ്യൂട്ടി ഡീസൽ എഞ്ചിന് വരുന്നു എന്നുള്ള ന്യൂസും, ട്രാക്ടർ സെഗ്മെന്റിൽ ഇവരെ സെയിൽസ് കുറയുന്നു. ഇങ്ങനെ ചില ന്യൂസുകൾ മഹീന്ദ്രയാണ് ലാസ്റ്റ് വീക്ക് 8% കറക്റ്റ് ചെയ്തതും. ഈ ഒരു റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഈ ഒരു നെഗറ്റീവ് ന്യൂസ് ആയിരുന്നു ഈ സ്റ്റോക്കിനെ താഴേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റ് പോസിറ്റീവ് സോണിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഓവറോൾ വന്ന റിസൾട്ടുകളെല്ലാം തന്നെ വളരെ നല്ലതാണ്. 1-2 റിസൾട്ട്, ITC വളരെ ബെറ്റർ ആയിരുന്നു. 1-2 ഇനി ബജാജ് ഓട്ടോ മാത്രമാണ് നമുക്കൊരു മോശം റിസൾട്ട് എന്ന് പറയാവുന്നത്, ബജാജ് ഓട്ടോ മാത്രമായിരുന്നു. ബാക്കി റിസൾട്ടുകളെല്ലാം തന്നെ ബെറ്റർ റിസൾട്ടുകൾ തന്നെയായിരുന്നു. റിലയൻസ് കഴിഞ്ഞ വാരങ്ങളിൽ മാർക്കറ്റ് വാച്ചിൽ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നല്ലോ. അതിനും ഒരുപക്ഷെ റീ റേറ്റിംഗ് കിട്ടി. ഒരുപക്ഷെ 4 അക്കത്തിലേക്ക് അധികം താമസിയാതെ മുന്നേറുമെന്ന് പ്രതീക്ഷിക്കാം. 900 രൂപയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. ഇപ്പോഴത്തെ രീതിയിൽ ഒരു 920, 940
950 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം ഓൾറെഡി ഇപ്പോൾ വന്നിരിക്കുന്ന ന്യൂസുകളൊക്കെ തന്നെ ഡിസ്കൗണ്ട് ചെയ്തു. ഒരു ഫ്രഷ് ബൈ ഇപ്പോഴത്തെ രീതിയിൽ അഡ്വൈസബിൾ അല്ല. നമ്മൾ 2 വീക്സ് മുമ്പ് റെക്കമെൻഡ് ചെയ്ത റേറ്റിലല്ല. ഇപ്പോഴത്തെ ലെവൽ എന്ന് പറയുന്നത് 900 പ്ലസിൽ നിൽക്കുന്നതുകൊണ്ട് 950 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ വീണ്ടും 1000 ലെവൽ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുള്ളൂ. ഒപ്പം തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഡീസലിന്റെ ഡീറെഗുലേഷൻ. ഇത് സബ്സിഡീസ്, പ്രത്യേകിച്ചും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ, ഫിസിക്കൽ ഡെഫിസിറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഏകദേശം 0.5% വരെ കുറവ് വരുത്താം എന്ന് കഴിയും ഇതുകൊണ്ട്, ഈ നീക്കം കൊണ്ടെന്നാണ് പൊതുവെ അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. അതും ഒപ്പം തന്നെ നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു വിഷയം സെൻസെക്സിന്റെ പ്രൈസ് ഏണിംഗ് മൾട്ടിപ്പിൾസ് ആണ്. ഇത് ഏകദേശം 16.8% ഇപ്പോൾ നിൽക്കുന്നത്. ആനുപാതികമായ അത് വെച്ച് നോക്കുമ്പോൾ അത് മുൻപ് ഒരുപക്ഷെ 2010-ലോ 2008-ലോ നോക്കുകയാണെങ്കിൽ ഇത് 24 പോയിന്റ് സംതിങ് ആയിരുന്നു, അല്ലെങ്കിൽ 21 പോയിന്റ് സംതിങ് ആയിരുന്നു. അന്ന് വളർച്ചാ നിരക്ക് ഉയർന്ന നിരത്തിലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ സെൻസെക്സ് വാല്യുവേഷൻ ഈ PE വെച്ച് അത് ചീപ്പായിട്ട് നമുക്ക് കരുതണോ, അതോ ഓൾറെഡി ഇതെല്ലാം പ്രൈസ്ഡ് ഇൻ ആണോ? അല്ല, ഇത് ഇപ്പോഴത്തെ രീതിയിൽ ചീപ്പാണെന്ന് നമുക്ക് വാല്യുവേഷൻ ഒരു ഫെയർ വാല്യൂ ആണെന്ന് നമുക്ക് പറയാം. കാരണം ഇപ്പോഴത്തെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവ്. കാരണം ഇക്കണോമിയുടെ ഒരു റിവൈവലാണ് അതിനകത്ത് കാണിക്കുന്നത്. രണ്ടാമതായിട്ട് ഗവൺമെന്റ് എടുക്കുന്ന മെഷേഴ്സ്, റിഫോംസുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. ഇത് രണ്ടുമാണല്ലോ മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കണോമിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഫെയർ വാല്യൂവിലാണ് ട്രേഡിംഗ് നടക്കുന്നത് സെൻസെക്സിന്റെ. അപ്പോൾ വീണ്ടും ഈ ന്യൂസുകളൊക്കെ ഫേവറബിൾ ആയി വരുമ്പോൾ വീണ്ടും മാർക്കറ്റ് വീണ്ടും ഹയർ ലെവലിലേക്ക് തന്നെ മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോഴത്തെ വാല്യൂഷൻ ഒരു ഫെയർ വാല്യൂലാണ്. അതേസമയത്ത് വളരെ ചീപ്പർ അല്ലെ ഡിസ്കൗണ്ട് വാല്യൂ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോഴത്തെ രീതിയിൽ ഇന്ത്യയുടെ ഒരു മൂവ് വളരെ സേഫ് ആയിട്ടുള്ള മൂവ് തന്നെയാണ്. വലിയൊരു തകർച്ച ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം പ്രതീക്ഷിക്കേണ്ടെന്ന് പറയാനുള്ള റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു. മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് വരികയാണെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാഷിലിരിക്കുകയാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബൈങ് വരാനുള്ള സാധ്യത ഉണ്ട്. എത്ര ഇടിഞ്ഞാലും അപ്പോഴെല്ലാം അത് കൺസ്യൂം ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ വാങ്ങുന്ന ഒരു പ്രവണത കാണുന്നു. മറ്റൊന്ന്, ഇപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ TV ഗോപൻ, അദ്ദേഹത്തിന്റെ ചോദ്യം 20,000 രൂപ വെച്ച് 2-3 വർഷത്തേക്ക് മാസം തോറും നിക്ഷേപിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നു. അതിന് അദ്ദേഹം പരിഗണിക്കുന്ന ചില 3 ഓഹരികൾ IRB ഇൻഫ്ര, ഓപ്റ്റോ സർക്യൂട്ട്സ്, ടുലിപ് ടെലികോം എന്നീ 3 ഓഹരികളാണ്. 3 സ്റ്റോക്കിൽ 1-2 സ്റ്റോക്കിൽ മാനേജ്മെന്റ് ലെവലിൽ കുറച്ച് ഇഷ്യൂ, ഒപ്റ്റോ സർക്യൂട്ടിലും അതുപോലെ തന്നെ IRB ഇൻഫ്ര മാനേജ്മെന്റ് ചില ഇഷ്യൂ ഉണ്ട്. അത് ടുലിപ് ടെലികോം MTSന്റെ ലൈസൻസ് ക്യാൻസൽ ആയത് ഇവരുടെ ഓർഡർ കുറച്ച് കുറയാനുള്ളൊരു സാഹചര്യം വന്നു. അതുപോലെ പ്രൊമോട്ടേഴ്സ് ഷെയർ പ്ലഡ് ചെയ്തു. ഈ 2 നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഫണ്ടമെന്റലി ഈ സ്റ്റോക്ക് വളരെ നല്ലതാണ്. IRB ഇൻഫ്ര മാനേജ്മെന്റ് ലെവലിൽ ചില ഒരു മർഡർ കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ, പക്ഷേ സ്റ്റോക്ക് വളരെ ഫണ്ടമെന്റലി സൗണ്ടാണ്. ഈ റോഡ് കൺസ്ട്രക്ഷനിലും BOT പ്രോജക്റ്റിലൊക്കെയാണ് ഇവർ, അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റിലൊക്കെയാണ് IRB ഇൻഫ്ര പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. വാല്യുവേഷൻ ഒരു ഫെയർ വാല്യൂലാണ്. 124 ആൻഡ് 118 2 സപ്പോർട്ട് ലെവലാണ്. 138 ആണ് സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. പക്ഷേ ഇദ്ദേഹം ഒരു SIP ഇൻവെസ്റ്റ്മെന്റ് ആണ്. സ്റ്റോക്ക് സെലക്ഷൻ അത്രത്തോളം നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത്ര ഒരു നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. IRBയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് ആഡ് ചെയ്ത് പറഞ്ഞോട്ടെ. നമ്മുടെ IDFC മ്യൂച്വൽ ഫണ്ടിന്റെ രാജ്യത്തെ ഏറ്റവും വലിയ പീറ്റർ ലിഞ്ചിനെ പോലെ ഒക്കെ, ഇന്ത്യയുടെ പീറ്റർ ലിഞ്ച് എന്നൊക്കെ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് അനലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ മാനേജറാണ് കെന്നത്ത് ആൻഡ്രാഡെ. ഇദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പിക്ക് ചെയ്ത ഒരു ഓഹരിയാണ് IRB ഇൻഫ്ര. ആ തരത്തിലാണ് IRB ഇൻഫ്രയ്ക്ക് ഒരു ഫെയിം വന്നത്. പക്ഷെ പിന്നീട് ഇതിന്റെ ഉടമസ്ഥൻ തന്നെ, MD തന്നെ ഒരു കൊലക്കേസ് പ്രതിയാവുന്നു. അത്തരം ഒരു ഓഹരിയിൽ നമ്മൾ നിക്ഷേപം ആവശ്യമാണോ എന്നുള്ളതാണ് ചോദ്യം. അല്ലല്ല, ഇതിനകത്ത് അദ്ദേഹം അതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി വന്നിട്ടില്ല. പ്രതിയായി, പക്ഷേ കോടതി വിധി വരണം. പക്ഷെ ഈ കമ്പനിയുടെ പെർഫോമൻസ് നല്ലതാണ്. അതാണ് ഈ ഒരു ന്യൂസ് കൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഇത്രത്തോളം ഷാർപ്പായിട്ടുള്ള കറക്ഷൻ വന്നത്. ആ കറക്ഷൻ തന്നെയാണ് ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണെന്ന് പറയുന്നത്. വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ വന്നില്ല. അതുകൊണ്ടാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ് എന്ന് പറയുന്നത്. നമ്മളെ സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും കോടതി വിധി വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് അദ്ദേഹത്തിന് എതിരാണെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയിൽ വീണ്ടും അത് റിഫ്ലക്ട് ചെയ്യാം. ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു ഇൻഫ്രാ കമ്പനി, പ്രത്യേകിച്ചും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ജഗൻമോഹൻ റെഡ്ഡിയുമായി ബന്ധമുള്ള എന്ന ആരോപണത്തിന്റെ പേരിൽ പ്രശ്നമായ ഒരു കമ്പനിയാണ് റാംകി ഇൻഫ്ര. അതും വളരെ മികച്ച റിസൾട്ടും വളരെ മികച്ച ഓർഡർ ബുക്കും എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളെല്ലാം, ഇത് ഈ 2 കമ്പനികളുടെയും പ്രവർത്തനം സൂചിപ്പിക്കുന്നത് ഇവിടെ കൈക്കൂലി കൊടുക്കാതെയും ഒന്നും ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ വലിയ റോഡ് നിർമ്മാണത്തിനൊന്നും ഓർഡർ കിട്ടുന്നില്ല എന്നുള്ളൊരു സൂചന അത് തരുന്നില്ല. അത് രാജ്യത്ത് നിലനിൽക്കുന്നതാണ്. നമ്മൾ അത് ഈ സെക്ടർ അങ്ങനെ തന്നെയാണ് നടന്നു പോകുന്നത്. അത് രാജ്യത്തുള്ള വാസ്തവമാണ്. നമുക്ക് അതിനെക്കുറിച്ച് കമന്റ് പറയാനും പറ്റില്ല. എന്തായാലും IRB ഇൻഫ്ര ഫണ്ടമെന്റലി സൗണ്ട് ആണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. അത് ഒരു അഡ്വൈസബിൾ ആണ്. ദെൻ ഒപ്റ്റോ സർക്യൂട്ട് ആണ്. ഒപ്റ്റോ ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റ് ആണ്. ഇവർ ഒരു പ്രധാനമായിട്ടും മെഡിക്കൽ എക്യുപ്മെന്റ് ആണ്. പക്ഷേ ഫണ്ടമെന്റലി സൗണ്ട് ആണ് ഈ സ്റ്റോക്ക്. 97-90 2 സപ്പോർട്ട് ലെവലാണ്. 119 ആണ് സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഞാൻ നേരത്തെ ടുലിപ് ടെലികോം ആണ്. ഈ ടെലികോം MTSന്റെ ലൈസൻസ് ക്യാൻസൽ ആയത് ഇവരുടെ ഓർഡർ ബുക്കിൽ ചെറിയൊരു ഇഷ്യൂ വന്നു.
അതുപോലെ തന്നെ മാനേജ്മെന്റ് ഷെയർ പ്ലെഡ്ജ് ചെയ്തു. ഈ രണ്ട് ന്യൂസാണ് ഈ സ്റ്റോക്കിൽ അത്രത്തോളം അട്രാക്റ്റീവ് അല്ല എന്ന് പറയാനുള്ളൊരു റീസൺ. പക്ഷേ ഫണ്ടമെന്റൽസ് ഒരു പരിധിവരെ നല്ലതാണ്. 20 and 16 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 32 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതേ ഒരു SIP ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് പലപ്പോഴും SIP ഇൻവെസ്റ്റ്മെന്റിന് മാർക്കറ്റ് വാച്ച് തന്നെ വളരെ നല്ല പോർട്ട്ഫോളിയോ സജസ്റ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റും കുറച്ച് നല്ല എമൗണ്ട് ആണ്, 20,000 അടുത്ത് എമൗണ്ട് ഉള്ളതുകൊണ്ട് ബാങ്കിങ് സെക്ടർ, ഓട്ടോമൊബൈൽ, ഫാർമ, ഇൻഫ്ര അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആയിരിക്കും ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ഈ 3 സ്റ്റോക്കുകളും അത്രത്തോളം ഫണ്ടമെന്റലി സൗണ്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു റീസ്ട്രക്ചറിങ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വാരം കണ്ടത് റിലയൻസിന്റെ മികച്ച റിസൾട്ട് വന്നു. ഒപ്പം തന്നെ റിസർവ് ബാങ്കിന്റെ വായ്പാ നയം അനുകൂലമായി വന്നാൽ പുതിയ ലെവലുകളിലേക്ക്, പുതിയ ഹൈറ്റ്സിലേക്ക് സെൻസെക്സും നിഫ്റ്റിയും പോയേക്കാം. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം സെൻസെക്സിന്റെ പ്രൈസ് ടു ഏർണിങ്സ് PE റേഷ്യോ അത് 16.82. അത് ഒട്ടും കൂടുതലുമല്ല ഒട്ടും കുറവുമല്ല, ഒരു ഫെയർ വാല്യൂവിലാണ് അത് നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് 2 ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ജയൻ സൗദി അറേബ്യയിൽ നിന്നും രാജേന്ദ്രൻ ആലപ്പുഴയും. രണ്ടുപേരുടെയും ചോദ്യത്തിലും വന്ന കാനറ ബാങ്ക് 370 രൂപയിൽ രാജേന്ദ്രൻ വാങ്ങിയിട്ടുണ്ട്. സെഞ്ചുറി ടെക്സ്റ്റൈൽസ് 283 രൂപ, SBI 2125 രൂപ, ഓർക്കിഡ് കെമിക്കൽസ് 109 രൂപ. ഇതിൽ സൗദിയിൽ നിന്ന് ജയൻ അറിയേണ്ടത് L&T ഫലം വരുന്നു. വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കും, കാരണം ഈയിടെ ഒന്ന് താഴ്ന്നിട്ടുണ്ടല്ലോ. ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. L&T 24th L&Tയുടെ റിസൾട്ട് വരുന്നു. ഈ റീസെന്റ് ആയിട്ട് നമ്മൾ റിലയൻസിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല ലാർസൻ ആൻഡ് ടൂബ്രോ. എന്തായാലും 24th വരുന്ന റിസൾട്ട് വളരെ ക്ലോസ് ആയിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യുന്ന നന്നായിരിക്കും. ഇപ്പോഴത്തെ രീതിയിൽ വാല്യൂഷൻ ഫെയർ ആണ്. 1503 ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. അതുപോലെ തന്നെ 1408 ഇതാണ് ഒരു 1500 ലെവലാണ് ഒരു മേജർ സപ്പോർട്ട് സോൺ. ലോങ് ടൈം വ്യൂവിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് L&T ഇല്ലാതെ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോക്ക് തീർത്തും ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. വാല്യൂഷൻ ഒരു ഫെയർ വാല്യൂവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് തന്നെ. 1615 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. തീർച്ചയായിട്ടും L&T സേഫ് ആയിട്ടുള്ള ഒരു ബൈങ് തന്നെയാണ്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് 2438 ഒരു മൈനസ് സപ്പോർട്ട് ലെവലാണ്. മാർക്കറ്റിൽ നല്ലൊരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 2346 ലെവൽ വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ രീതിയിൽ ആ ഒരു ലെവൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. 2630 ആണ് സ്റ്റോക്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അദ്ദേഹത്തിന്റെ ബൈങ് നല്ലതാണ്. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോഴത്തെ രീതിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗിന്റെ ആവശ്യമില്ല. ഓവറോൾ മാർക്കറ്റ് ഒരു ബുള്ളിഷ് സോണിലാണ്. 2600 ലെവലിലേക്ക് വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ആലോചിക്കാം. ദെൻ കാനറ ബാങ്ക് ആണ് 504-480 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 565 ലെവൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ലോവർ ലെവലിൽ അദ്ദേഹം വളരെ സേഫ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. അപ്പോൾ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു 565 ലെവൽ ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് കൺസിഡർ ചെയ്യാം. ദെൻ സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ആണ് ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 405-380 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ലോങ് ടൈം വ്യൂവിൽ 400 ലെവൽ സേഫ് ആയിട്ടുള്ളൊരു എൻട്രി ലെവൽ തന്നെയാണ്. 451 ആണ് ഷോർട്ട് ടൈം സ്റ്റോക്കിൽ വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ ഓർക്കിഡ് കെമിക്കലാണ് ഇപ്പോഴത്തെ രീതിയിൽ വളരെ ഫെയർ വാല്യൂ ഉള്ള ഒരു സ്റ്റോക്ക്. ലോങ് ടൈം വ്യൂവിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അഡ്വൈസബിൾ ആയിട്ടുള്ള സ്റ്റോക്കാണ് ഓർക്കിഡ് കെമിക്കൽ. 94 ലെവലാണ് ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ 87 വരാനുള്ള സാധ്യത കുറവാണ്. ബിലോ 100 ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും അക്യുമുലേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. 112 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ സ്റ്റോക്കുകളെല്ലാം ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. എസ്പെഷ്യലി L&T, ഓർക്കിഡ് കെമിക്കൽ, സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ഒക്കെ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആണ്. അടുത്ത കറക്ഷൻ വരുമ്പോൾ ഈ സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഇപ്പോഴത്തെ കറന്റ് ലെവൽ ഒരു സേഫ് എൻട്രി എന്ന് പറയാൻ പറ്റില്ല. അതിൽ L&T മാത്രം 24th റിസൾട്ടിന് ശേഷം, അതല്ല റിസൾട്ടിന് മുമ്പ് ഈ സ്റ്റോക്കിൽ വീണ്ടും കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അതൊരു എൻട്രി ലെവലാണ്. 1480 ആണ് ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. റിസൾട്ട് വന്നതിന് ശേഷം L&Tയിൽ ഒരു ഡിസിഷൻ എടുക്കുക. അതുപോലെ തന്നെ ബാക്കി സ്റ്റോക്കുകളിൽ ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് ഷോർട്ട് ടൈം വ്യൂവിൽ അഡ്വൈസബിൾ അല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രൂപയുടെ മൂല്യത്തെക്കുറിച്ചുള്ള ഒന്നാണ്. പ്രത്യേകിച്ചും ചിദംബരം ഉൾപ്പെടെയുള്ള ധനമന്ത്രാലയം എല്ലാം ആഞ്ഞു പിടിക്കുന്നുണ്ട് ഇതിന്റെ രൂപയുടെ മൂല്യം ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് നിൽക്കാനും, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് ഇംബാലൻസ് മാറ്റിയെടുക്കാനും ഒക്കെ. അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ രൂപ 50 ലെവലുകളിലേക്ക് തിരികെ എത്തുമെന്ന് ആത്മാർത്ഥമായും അവർ പരിശ്രമിക്കുന്നുണ്ട്. അത് സംഭവിച്ചേക്കാം. പക്ഷേ ഇൻഫോസിസിന്റെ പരിണിതപ്രജ്ഞരായിട്ടുള്ള CFO രാജീവ് ബൻസാലിനെ പോലെയുള്ള യങ്ങായിട്ടുള്ള അവർ പറയുന്ന കാര്യം ഇത് ഈ വർഷം 2013 വീണ്ടും തിരികെ 60 ലെവലിലേക്ക് രൂപ താഴ്ന്നേക്കും. ഇത് IT കമ്പനികൾക്ക് ഗുണകരമാകും, കയറ്റുമതിക്കാർക്കെല്ലാം ഗുണകരമാകും എന്ന തരത്തിലുണ്ട്. ഇതൊരു വൈരുദ്ധ്യമല്ലേ?
അതൊരു മാനേജ്മെന്റ് വ്യൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം 60ലേക്ക് വീണ്ടും റുപ്പി പോകുന്ന ഒരു സാഹചര്യം വന്നാൽ ഇന്ത്യൻ ഇക്കണോമി വീണ്ടും തകർന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോഴത്തെ ഇക്കണോമിക് സിറ്റുവേഷൻ അനലൈസ് ചെയ്യുമ്പോൾ 48-52 ലെവലിൽ മൂവ് ചെയ്യാനാണ് സാധ്യത. സനൽ നേരത്തെ പറഞ്ഞ 50-52 ലെവൽ അത് സ്റ്റെബിലൈസ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. അതല്ലാതെ ഒരു 60 ലെവലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ ഇന്ത്യൻ ഇക്കോണമിയിൽ ഈ സ്റ്റോക്കിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ നമുക്ക്. അതിന്റെ ഒരു പശ്ചാത്തലം ഇവർ നേരിട്ട് പറയുന്നില്ലെങ്കിലും പൊതുവെ ചില സാമ്പത്തിക വിദഗ്ധരെങ്കിലും പറയുന്ന ഒരു കാര്യം 2013-2014 ഒരു മാന്ദ്യം, ഒരു ഗ്ലോബൽ മെൽഡൌണും കൂടെയുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന തരത്തിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും യൂറോപ്പ് ഒരു മാന്ദ്യത്തിലേക്ക് വീണ പശ്ചാത്തലത്തിൽ. ഇപ്പോൾ യൂറോപ്പിലാണ് ഒരു ക്രൈസിസ് ഇപ്പോഴും നിലനിൽക്കുന്നത്, യൂറോപ്പാണ്. പക്ഷേ ഈ ക്രൈസിസിനെ കുറിച്ച് വെൽ അവെയർ ആണ്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള മെഷേഴ്സ് യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സ് എടുക്കും എന്നാണ് തോന്നുന്നത്. ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കുമ്പോൾ അതിൻ്റെ ഡെപ്ത് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ 60ലേക്ക് പോകുക അവരുടെ മാനേജ്മെന്റിന്റെ മാത്രം ഒരു വ്യൂ ആണ്. അവരെ സംബന്ധിച്ച് അത് അവരുടെ മാനേജ്മെന്റ് രീതിയിൽ അവരതിനെ വിലയിരുത്തുന്നു എന്നേ പറയാൻ പറ്റൂ. ഓവറോൾ ഇന്ത്യൻ ഇക്കോണമി വിലയിരുത്തുമ്പോൾ ഈ FISന്റെ ആക്റ്റീവായിട്ടുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റ്, കൂടുതൽ ഫണ്ട് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ വീണ്ടും റുപ്പി സ്ട്രെങ്തൻ ആകാനാണ് എന്റെ ഒരു വ്യൂവിൽ അതിനുള്ള സാധ്യത അതാ കാണുന്നത്. കൂടുതലും സാധ്യത അതാണ്. പ്രത്യേകിച്ച് ഇത്രയും ശക്തമായ മെഷേഴ്സ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുമ്പോൾ, പ്രത്യേകിച്ചും സബ്സിഡി കട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ. അല്ല, ഇതിൽ സനൽ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും വൈരുദ്ധ്യമുണ്ടാകും. അപ്പോൾ പല അനലിസ്റ്റുകളും പല രീതിയിൽ നമ്മൾക്ക് തന്നെ അറിയാം. ഒരു അവസരത്തിൽ പറയും 5200 വരും, നിഫ്റ്റി വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഗ്ലോബൽ ക്രൈസിസ് വന്ന് ചിലപ്പോൾ 5200 ലെവലിലേക്ക് വരുമ്പോൾ പറയാം ഞാനന്ന് പറഞ്ഞില്ലേ എന്ന് പറയാം എന്നുപോലെയുള്ളത്. അതുപോലെ 6800 വരാം. പക്ഷെ ഓരോ സമയത്തും മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പിയെ ആ മൂവ് ചെയ്യിക്കുന്ന ഘടകം എന്ന് പറയുന്ന ഒട്ടനവധി പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഇക്കണോമിക് ന്യൂസുകൾ, റിസൾട്ടുകൾ, ഇങ്ങനെ ഒട്ടനവധി ഫാക്ടേഴ്സ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിന് അല്ല ഇവിടെ ഇരുന്നുകൊണ്ട് 60 വരും അല്ലെങ്കിൽ 48 വരും എന്ന് പറയുന്നതിൽ കാര്യം ഇല്ല. ഓരോ സമയത്ത് വരുന്ന ന്യൂസുകളാണ്, ഇക്കണോമിക് ന്യൂസുകളാണ് ഏത് ഈവൻ സ്റ്റോക്ക് ആണെങ്കിലും റുപ്പി ആണെങ്കിലും ഒക്കെ ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഇത് ബ്ലൈൻഡായിട്ട് നമുക്ക് പറയാം 60 വരും അല്ലെങ്കിൽ 45 വരും എന്ന് പറയാം. ഇപ്പോൾ ചിലർ പറയുന്നുണ്ടല്ലോ 42 വരാനുള്ള സാധ്യത പറയുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ 60 പറയുന്നുണ്ട്. അപ്പോൾ ഒരു റിയൽ ഒരു ഫേസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 48-52 ലെവലിൽ മൂവ് ചെയ്യാനാണ് ഈ വർഷം സാധ്യത കാണുന്നത്. നമുക്ക് സാബു സുബ്രഹ്മണ്യത്തിന്റെ ചോദ്യം നോക്കാം. അദ്ദേഹം പെട്രോനെറ്റ് LNG, കരൂർ വൈശ്യ ബാങ്ക്, വി-ഗാർഡ് ഈ 3 ഓഹരികളാണ് നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഓഹരികളുണ്ട്. അല്ല, ഇത് 3 സ്റ്റോക്കും വളരെ നല്ലത്. ഇതിൽ പെട്രോനെറ്റ് LNGയും കരൂർ വൈശ്യ ബാങ്കും വളരെ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. 28ന് വി-ഗാർഡ് കേരളത്തിൽ നിന്നുള്ള കമ്പനിയാണ്. ലാസ്റ്റ് എനിക്കൊന്ന് 1 ഇയർ ആയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ല റിട്ടേൺ നൽകി, വളരെ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. ആ റിസൾട്ടിന് ശേഷം ഒരു കമന്റ് പറയുന്നതായിരിക്കും നല്ലത്. വാല്യുവേഷൻ അത്ര ഒരു ഫെയർ വാല്യൂലാണോ എന്ന് ഈ റിസൾട്ട് വന്നതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ വളരെയധികം ഹയർ ലെവൽ പോകാനുള്ള സ്ട്രെങ്ത് വി-ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതിൽ പെട്രോനെറ്റ് LNG 148 and 136 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 185 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ കരൂർ വൈശ്യ ബാങ്ക് ആണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂലാണ്. വീണ്ടും ഹയർ ലെവൽ പോകാനുള്ള സ്ട്രെങ്ത് ഈ സ്റ്റോക്കിനുണ്ട്. ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. 512 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട് ലെവൽ. ദെൻ 481 ലെവൽ വരാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറവാണ്. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ ഒരു ബൈ ഈ സ്റ്റോക്കിൽ അഡ്വൈസബിൾ ആണ്. കാരണം മാനേജ്മെന്റ് വളരെ ക്ലാരിറ്റിയുള്ള മാനേജ്മെന്റ് ആണ്. 580 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതൊരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ആ 580 ലെവൽ ബ്രേക്ക് ചെയ്താൽ വീണ്ടും സ്റ്റോക്ക് വീണ്ടും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാം. ദെൻ വി-ഗാർഡ് ആണ്. 490, 470 ആണ് ടെക്നിക്കലി രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 546 ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇപ്പോൾ കരൂർ വൈശ്യയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാനതിന്റെ MD വെങ്കട്ടരാമനെ കണ്ടിരുന്നു. വളരെ പ്രൊമിസിംഗ് ആയിട്ടുള്ള ഒരു ബാങ്കായിട്ടാണ്. നമുക്ക് ഒരു കാര്യം ഓർക്കേണ്ടത്, രാകേഷ് ചുഞ്ചുൻവാലയ്ക്ക് ഏറ്റവും അധികം പണം സമ്പത്ത് സൃഷ്ടിച്ച് നൽകിയ ഓഹരികളിലൊന്ന് കരൂർ വൈശ്യ ബാങ്കായിരുന്നു ഒരു കാലത്ത്. അദ്ദേഹം ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. വെങ്കട്ടരാമൻ പറയുന്നതനുസരിച്ച് വളരെ ക്ലീൻ അസറ്റ്സ് ഉള്ള NBA കിട്ടാക്കടങ്ങൾ വളരെ കുറഞ്ഞ, വളരെ മികച്ച ലാഭം ക്വാർട്ടർ ടു ക്വാർട്ടർ തരുന്നു. എല്ലാ വർഷവും വളരെ മികച്ച പ്രവർത്തന ഫലം ഇത് ചെയ്യുന്നു. കേരളത്തിലേക്കുള്ള പ്രവർത്തനം വിപുലീകരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഇത്തരം ക്വാളിറ്റിയുള്ള വളരെ മികച്ച ബാലൻസ് ഷീറ്റ് ഉള്ള, കടം കുറഞ്ഞ കമ്പനികൾ, ലാഭക്ഷമതയുള്ള, ക്ലീൻ മാനേജ്മെന്റ്, ക്ലീൻ ബാലൻസ് ഷീറ്റ്, ഇത്തരം കാര്യങ്ങൾ തന്നെ നോക്കി വേണം ഓഹരികൾ വാങ്ങാൻ. അത് ഇനി ഒരല്പം വാല്യുവേഷൻ കൂടി നിന്നാൽ പോലും ഇത്തരം മികച്ച ലാഭക്ഷമതയും നല്ല ക്ലീൻ ബാലൻസ് ഷീറ്റുമുള്ള കമ്പനികളിൽ വാല്യുവേഷൻ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും വാങ്ങിയാലും അതും അത്ര വലിയ തെറ്റാണെന്ന് പറയുക വയ്യ. പക്ഷേ തീർത്തും ഗുണകരമല്ലാത്ത വലിയ കടം 10,000 കോടി 8,000 കോടി കിങ്ഫിഷർ, യൂണിറ്റെക് പോലായ കമ്പനികൾ, അപ്പോൾ വിലയും കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വില കുറവാണ് എന്നതുകൊണ്ട് വാങ്ങുന്ന ഒരു സ്വഭാവം മലയാളികൾക്കുണ്ട്. അത് ഒഴിവാക്കുക. വാല്യുവേഷൻ ഉയർന്നാലും മികച്ച കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിൽ തരക്കേടില്ല. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.